ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലൈൻ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മകളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം അത്രയധികം കുട്ടികൾ ഇന്നലെ ലൈവിൽ വന്നു. അവരൊക്കെ കൃത്യമായിട്ട് ഈ നമ്മുടെ ഇനിയുള്ള ബ്രിഡ്ജ് കോഴ്സ്, അതായത് ബേസിക് സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മക്കളെ, നമ്മളിവിടെ എടുക്കാൻ പോകുന്ന ബേസിക് ക്ലാസ്സുകൾ ഒരൊറ്റ ഒന്നുപോലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. കാരണം 10ാം ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും ആവശ്യമായുള്ള ബേസിക് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നൽകി വരുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനും കാണുക. ഇതിലത്തെ നോട്ട്സുകളെല്ലാം എഴുതിയെടുക്കുക. പറ്റുന്ന ആൾക്കാരൊക്കെ ട്രൈ ചെയ്യുക. മക്കളെ, നിങ്ങൾ 10ാം ക്ലാസ്സുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഫ്രീ ആയിട്ടുള്ളൊരു നോട്ട്സുകളും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുള്ള ഒരു ചാനലാണ്, വാട്സപ്പ് ചാനലാണ്. ലിങ്ക് താഴെയുണ്ട്. അതിൽ പോയി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ കുറേ അപ്ഡേഷൻ ചോദ്യങ്ങളൊക്കെ തരും, കുറച്ച് ക്വിസ് പ്രോഗ്രാമും പോളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സിലെ നെഗറ്റീവ് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്തിനാണ് ഈ നെഗറ്റീവ് നമ്പേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ അത്രയധികം ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഇത് നിങ്ങൾ പെർഫെക്റ്റ് ആക്കി വെക്കുകയാണെങ്കിൽ എവിടെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും. സോ ഞാൻ ആദ്യം തന്നെ ഒരു 7-8 ചോദ്യങ്ങൾ ഇവിടെ കാണിക്കുകയാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഓൾറെഡി നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരമൊക്കെ അറിയാമോ എന്ന് നിങ്ങൾ എന്താക്കുക, വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ അയച്ചു കൊടുക്കുകയും വേണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയുള്ള വീഡിയോസുകൾ ഇടാൻ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രേരണ നൽകുന്നത് നിങ്ങളുടെ കമൻസുകളാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. ഇതെന്താണെന്ന് അറിയില്ല അല്ലേ മക്കളെ? നമ്മുടെ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാപ്റ്ററുകളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ താഴ്ന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഒരു പൈസ പോലും നിങ്ങൾ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷൻസും ഇതിൽ നിന്ന് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കുക. നല്ലതാണെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് മാത്രമാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. സോ ഏറ്റവും ആദ്യത്തെ സ്ലൈഡ് ഈ കാണുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, 3ഉം 4ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 3 + 4. എല്ലാവർക്കും അറിയാലോ, 3ഉം 4ഉം കൂട്ടിയാൽ എത്ര? 7 ആണ്. ഇവിടെ നമുക്ക് കിട്ടിയ ഉത്തരം എന്താണ്? 3 + 4 7. അതായത് +3 + 4 രണ്ടും പ്ലസ് ആണ്. എന്നാൽ ഇവിടെ നോക്കൂ, ഒരു പ്ലസും ഒരു മൈനസും ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു പ്ലസും അതിൻ്റെ ഇടയിൽ ഒരു നമ്പറും ഒരു മൈനസും ആണ് എങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മെത്തേഡാണ് വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറയ്ക്കുക. വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറയ്ക്കുക. ഇവിടെ വലിയ നമ്പർ 4 ആണ്. അതിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക. 4 3 കുറച്ചാൽ എത്ര? 1 ആണ്. എന്നിട്ട് വലിയ നമ്പറിൻ്റെ ചിഹ്നം, ഇവിടെ വലിയ നമ്പറിൻ്റെ ചിഹ്നം ഏതാണ്? മൈനസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. അപ്പോൾ ഒരു നമ്പർ പ്ലസും ഒരു നമ്പർ മൈനസും ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്? യെസ്, വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറച്ച് വലിയ നമ്പറിൻ്റെ ചിഹ്നം. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിലോ, ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ ഒരു പ്ലസും ഉണ്ട്, ഒരു മൈനസും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറയ്ക്കും. 4 3 കുറച്ചാൽ എത്ര? 1. വലിയ നമ്പർ ചിഹ്നം എന്താ? +1. സിമ്പിൾ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വളരെ സാർ ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത് ചോദിക്കുന്നുണ്ടാവും. പക്ഷേ ഇതുപോലും തെറ്റിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഉറപ്പായിട്ട് വീഡിയോ കാണണം. ഈ സീരീസ് ഉറപ്പായിട്ട് ഫോളോ ചെയ്യുമെന്ന് എനിക്ക് വാക്ക് തരുന്ന ആളുകൾ ഒരു ഫൂഫു സ്മൈലിയോ ഒരു ഫാരി മോജോ ചാറ്റ് ബോക്സിൽ നിങ്ങൾ നിറയ്ക്കുകയുമാണ് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, പ്ലസും മൈനസും അടുത്ത് വന്നാൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ പ്ലസ്, ഞാനൊരു പ്ലസ്സുകാരനാണ്, വേറൊരു മൈനസുകാരനുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ശക്തി ആർക്കറിയോ? മൈനസിനാണ്. നമ്മൾ എത്ര പോസിറ്റീവ് ചെയ്താലും നമ്മളെ നെഗറ്റീവ് മാത്രം കാണുന്ന കുറേ ആൾക്കാരില്ലേ? അതുകൊണ്ടാണ് അതിന് പവർ കൂടുതൽ അല്ലേ? അപ്പോൾ പ്ലസും മൈനസും അടുത്ത് വന്നാൽ അതിൻ്റെ ഫൈനൽ ആൻസർ എന്താ അറിയോ? മൈനസ് ആണ്. അപ്പോൾ 3 - 4. പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ അത് മൈനസ് ആവും. അപ്പോൾ 3 - 4 ഓൾറെഡി നമ്മൾ ചെയ്തു. സോ ഉത്തരം -1. കണ്ടോ? അപ്പോൾ ഈ രണ്ടിൻ്റെ ഉത്തരം സെയിം ആണ്. രണ്ടും സെയിം ആണ് സംഭവം. അപ്പോൾ അതൊക്കെ അറിയുക എന്നുള്ളതാണ്. ശരിക്കും ഒരു 8 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു ചെയ്യും. അടുത്ത ഇതേപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിവിടെ പറഞ്ഞു പ്ലസും മൈനസും അടുത്ത് വന്നാൽ മൈനസ്, മൈനസും അടുത്ത് വന്നാലോ അത് പ്ലസ് ആവും. 3 + 4. ഓക്കെ ആണോ? സെറ്റാണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ എന്ത് ചെയ്യുന്നു? വലുതിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ എന്ത് ചെയ്യുന്നു? വലുതിന്ന് ചെറുത് കുറയ്ക്കുന്നു. വലിയ നമ്പർ 4, ചെറിയ നമ്പർ 3. വലുതിന് ചെറുത് കുറച്ചാൽ എത്ര? 1 ആണ്. എന്നിട്ട് വലിയതിൻ്റെ ചിഹ്നം, ദാറ്റ് ഈസ് 1. 4 3 കുറച്ചാൽ 1 ആണ്. വലിയതിൻ്റെ ചിഹ്നം പ്ലസ് ആണ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു 2 മൈനസ് അടുത്ത് വന്നാൽ അത് പ്ലസ് ആവും. എന്നാൽ 2 മൈനസ് വിട്ട് വന്നാലോ അവിടെ ഒന്നും സംഭവിക്കാൻ പോലെ. അപ്പോൾ നമുക്കറിയാം +3ഉം +4ഉം ഇതിൻ്റെ ഉത്തരം പ്ലസ് ആണ്. അപ്പോൾ -3 -4 അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പം മൈനസ് എത്ര? 3 + 4. 3ഉം 4ഉം കൂട്ടി എത്ര? 7. -7. ഓക്കെ. അപ്പോൾ 3ഉം 4ഉം കൂട്ടുക, എന്നിട്ട് മൈനസ്. അത്രേ ഉള്ളൂ. വെരി സിമ്പിളാണ്. ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്തു ഒക്കെ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി. ഇത് നമ്മളിപ്പോൾ പഠിച്ചത് മിക്സ്ഡ് ആയിട്ട് വന്നതാണ്. ഓക്കെ. 2 മൈനസ് അടുത്തടുത്ത് വന്നാൽ എന്താവും? പ്ലസ് ആവും. സോ ഇതിൻ്റെ ഉത്തരം -3 + 4. -3 + 4 എന്ന് പറഞ്ഞാൽ എത്ര? 1 ആണ്. കണ്ടോ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ പബ്ലിക് എക്സാമിന് ആവശ്യമുള്ളതാണ്. ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് ആവശ്യമുള്ളതാണ്. ബേസിക്സ് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പല കുട്ടികളുടെയും മാർക്ക് നഷ്ടപ്പെടുന്നത്
ബേസിക് അറിയാത്തത് കൊണ്ട് പകുതി വെച്ച് സ്റ്റക്ക് ആവുന്ന ആൾക്കാരുണ്ടോ? എടാ മാത്സിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ചില ആളുകൾ നിങ്ങൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ചോദ്യം മനസ്സിലാവാതിരിക്കുക, പഠിച്ചു പോകും, സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചു പോകും, പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റാതിരിക്കുക, പിന്നെ പകുതി വെച്ച് സ്റ്റക്ക് ആവുക. ഇതുപോലെ നിങ്ങളുടെ മാത്സിലുള്ള മാനിയാക്ക് അല്ലേ, മാത്സ് മാനിയാക്ക് എന്നൊക്കെ പറയും, പ്രശ്നം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഒഴിവാക്കാൻ എന്തൊക്കെ പരിഹാരം എന്ന് പറഞ്ഞുതരാം. പ്ലസ് മൈനസ് അടുത്ത് വന്നാൽ എന്താവും? മൈനസ് ആവും. പ്ലസ് മൈനസും തന്നെ അടുത്ത് വരണമെന്നില്ല കേട്ടോ, മൈനസും പ്ലസും അടുത്ത് വന്നാലും എന്താണ്? മൈനസും പ്ലസും അടുത്ത് വന്നാലും മൈനസ് തന്നെയാണ് കേട്ടോ, മാറ്റമൊന്നുമില്ല. അപ്പം -3 -4 ദാറ്റ് ഈസ് -7. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ പ്ലസ് മൈനസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് വർക്ക് തരികയാണ്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെയൊക്കെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നിട്ട് ആരുടെ കമൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് വരുന്നത്, ശരി ഉത്തരം വരുന്ന ആൾക്കാരാട്ടോ കമൻറ്റ് ചെയ്യേണ്ടത്. ഐ മീൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഉത്തരം ശരി ഉണ്ടെന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യുക, അല്ലാതെ കമൻറ്റ് ലൈക്ക് ചെയ്യരുതേ. അപ്പോൾ ഇനി അല്ലെങ്കിൽ നമ്മൾ തന്നെ ആൻസർ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഉത്തരം ശരിയാണോ എന്നുള്ളത്. അപ്പോൾ മൊത്തം 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് 4 5 6 7 8 മാർക്കിൻ്റെ ചോദ്യമാണ്. എത്ര പേർക്ക് ഫുൾ മാർക്ക് കിട്ടും നോക്കാം. ഓക്കെ, സോ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഞാൻ ഒരു കാര്യം കൂടി എക്സ്ട്രാ ആയിട്ട് പഠിപ്പിക്കുകയാണ്. ഇൻറ്റു കൂടി ഇതിൻ്റെ കൂടെ പഠിപ്പിക്കുകയാണ്, മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലസും മൈനസും ആണ് പഠിപ്പിച്ചതെങ്കിൽ സെയിം ടോപ്പിക്കിൽ തന്നെ ഇൻറ്റു കൂടി പഠിപ്പിക്കാൻ പോവാണ്. നിർബന്ധമായിട്ട് കാണുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ 2 നമ്പർ ഉണ്ട്, രണ്ടും പ്ലസ്സാണ് അല്ലേ. അപ്പോൾ +3 × +4 ഉത്തരം +12 ആണ്. 2 നമ്പർ പ്ലസ് ആണെങ്കിൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. ഒരു നമ്പർ നെഗറ്റീവും ഒരു നമ്പർ പോസിറ്റീവും ആണെങ്കിൽ നെഗറ്റീവിനാണ് പവർ കൂടുതൽ. 7 × 6 42 ആണ്. 2 നമ്പറും നെഗറ്റീവ് ആണെങ്കിൽ ഉത്തരം പ്ലസ് ആണ്. ഓക്കെ, 2 നമ്പർ നെഗറ്റീവ്, നേരത്തെ ആയിട്ട് കുറച്ച് ബന്ധമില്ലെങ്കിലും ബന്ധമുണ്ട്. ഇപ്പോൾ 9 × 13 90, 3 27 117. 2 നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ ഉത്തരം എന്താണ്? പോസിറ്റീവ് ആണ് കേട്ടോ. ഒരു നമ്പർ പോസിറ്റീവും ഒരു നമ്പർ നെഗറ്റീവും, ഒരു നമ്പർ പോസിറ്റീവും ഒരു നമ്പർ നെഗറ്റീവും, ഉത്തരം മൈനസേ വരുള്ളൂ. 2ൽ 1 നെഗറ്റീവ് ആണെങ്കിൽ ഉത്തരവും നെഗറ്റീവാണ്. -6 × 5 അല്ല 6 × -5 -30 ആണ്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഉത്തരം +30. -2 × 3 നിങ്ങൾ പറയുന്ന ആൻസർ, നിങ്ങൾ പറയുന്ന ആൻസർ ശരിയാണോ നോക്കട്ടെ. ഒരു നമ്പർ പോസിറ്റീവ് ഒരു നമ്പർ നെഗറ്റീവ്, -26. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഇൻഡ്യൂവിൽ നിങ്ങൾ പഠിക്കാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ടോപ്പിക് എന്താണ് വേണ്ടത് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ മറ്റ് സബ്ജക്റ്റുകളിലും നിങ്ങൾക്ക് ഇതുപോലെ വരുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് ക്ലാസ് ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് സിമ്പിൾ അല്ലേ സാർ ഇതൊക്കെയാണോ ബേസിക് എന്ന് വിചാരിക്കേണ്ട. കാരണം ഇതുപോലും തെറ്റിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അത്രയധികം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് ക്ലാസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. സോ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെല്ലാ ഫ്രണ്ട്സിനോടും വരാൻ പറയുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്രൊഫസർ ലേണിംഗ്. ലവ് യു. Bye-bye.